ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ് എന്ന പാഠഭാഗത്തെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഇന്ന് നമുക്ക് നോക്കാം. തുടർ പ്രവർത്തനങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, complete the table by finding the latitudinal and longitudinal locations of the following countries. Just like India's latitudinal and longitudinal location was identified using the globe, atlas and world map. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിട്ടുള്ള രാജ്യങ്ങളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഗ്ലോബ്, അറ്റ്ലസ്, ലോക ഭൂപടം എന്നിവയുടെ സഹായത്തോടെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ആദ്യത്തെ എന്താ? കൺട്രി, രാജ്യം. അടുത്തത് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശ സ്ഥാനം. അടുത്തത് ലോങ്ങിറ്റ്യൂഡ്, രേഖാംശ സ്ഥാനം. ആദ്യത്തെ നോക്കിയ മക്കളെ, ജപ്പാൻ അല്ലേ? ജപ്പാന്റെ ലാറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. ലാറ്റിറ്റ്യൂഡ് പൊസിഷൻ ഫ്രം 20 ഡിഗ്രി നോർത്ത് ടു 45 ഡിഗ്രി നോർത്ത്. 20 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ വടക്കൻ അക്ഷാംശം. അടുത്തത് ലോങ്ങിറ്റ്യൂഡ് പൊസിഷൻ നോക്കാം. ഫ്രം 122 ഡിഗ്രി ഈസ്റ്റ് ടു 153 ഡിഗ്രി ഈസ്റ്റ്. നെക്സ്റ്റ് ശ്രീലങ്ക ലാറ്റിറ്റ്യൂഡ് പൊസിഷൻ ഫ്രം 5 ഡിഗ്രി 55 നോർത്ത് ടു 9 ഡിഗ്രി 51 നോർത്ത്. 5 ഡിഗ്രി 55നും 9 ഡിഗ്രി 51 വടക്ക് അക്ഷാംശങ്ങൾക്കിടയിലും. അടുത്തത് ലോങ്ങിറ്റ്യൂഡ് പൊസിഷൻ ശ്രീലങ്കയുടെ ഫ്രം 79 ഡിഗ്രി 41 ഈസ്റ്റ് ടു 81 ഡിഗ്രി 53 ഈസ്റ്റ്. 79 ഡിഗ്രി 41നും 81 ഡിഗ്രി 53 കിഴക്ക് രേഖാംശങ്ങൾക്കിടയിലും. അടുത്ത നമുക്ക് നോക്കാം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ്റെ ലാറ്റിറ്റ്യൂഡ് പൊസിഷൻ ഫ്രം 9 ഡിഗ്രി സൗത്ത് ടു 44 ഡിഗ്രി സൗത്ത്. 9 ഡിഗ്രി തെക്ക് മുതൽ 44 ഡിഗ്രി തെക്ക് വരെയും. അടുത്തത് ലോങ്ങിറ്റ്യൂഡ് പൊസിഷൻ ഫ്രം 112 ഡിഗ്രി ഈസ്റ്റ് ടു 154 ഡിഗ്രി ഈസ്റ്റ്. 112 ഡിഗ്രി കിഴക്ക് മുതൽ 154 ഡിഗ്രി കിഴക്ക് വരെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ഹെമിസ്ഫിയർ ടു വിച്ച് ദീസ് കൺട്രീസ് ബിലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ്, അറ്റ്ലസ് ആൻഡ് വേൾഡ് മാപ്പ്. ഗ്ലോബ്, അറ്റ്ലസ്, ലോകഭൂപടം എന്നിവയുടെ സഹായത്തോടെ തന്നിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഏത് അർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നുവെന്ന് പട്ടികയിൽ രേഖപ്പെടുത്തൂ. ബ്രസീൽ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, നോർവേ, സൗത്ത് ആഫ്രിക്ക, അർജന്റീന, കാനഡ, കെനിയ, അങ്കോള. നമുക്ക് നോക്കാം. കൺട്രീസ് ബിലോങ്ങിങ് ടു ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും മക്കളെ? നോർവേ, കാനഡ, സൗദി അറേബ്യ. നെക്സ്റ്റ്, കൺട്രീസ് ബിലോങ്ങിങ് ടു ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലായിരിക്കും? സൗത്ത് ആഫ്രിക്ക, അർജന്റീന, അങ്കോള. അടുത്ത നോക്കിയേ, കൺട്രീസ് ദാറ്റ് സ്പ്രെഡ് അക്രോസ് ബോത്ത് ഹെമിസ്ഫിയർ. 2 അർദ്ധഗോളങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലായിരിക്കും? ബ്രസീൽ, ഇന്തോനേഷ്യ, കെനിയ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഗിവൺ ബിലോ. ചുവടെ ചേർത്തിട്ടുള്ള വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ. ഫസ്റ്റ്, ദ ലാർജർ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതായിരിക്കും? ഇക്വേറ്റർ അല്ലേ? ഭൂമധ്യരേഖ അതവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ഹെമിസ്ഫിയർ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഏതായിരിക്കും മക്കളെ? ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നെക്സ്റ്റ്, ദ സൗത്തേൺ ഹെമിസ്ഫിയർ. ദക്ഷിണാർദ്ധഗോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ദ ഹെമിസ്ഫിയർ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഭൂമധ്യരേഖയുടെ തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിനറി ലൈൻസ് ദാറ്റ് ആർ ഡ്രോൺ കണക്റ്റിംഗ് ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് വിത്ത് ദ എർത്ത് സെന്റർ ആസ് റെഫറൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ് മക്കളെ? ലൈൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡ് അല്ലേ? രേഖാംശ രേഖകൾ. നെക്സ്റ്റ്, 0 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻ. 0 ഡിഗ്രി രേഖാംശ രേഖ ഏതായിരിക്കും? പ്രൈം മെറീഡിയൻ, ഗ്രീൻ വിച്ച് ലൈൻ അല്ലേ? പ്രൈം മെറീഡിയൻ, ഗ്രീൻ വിച്ച് രേഖ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അപ്പോൾ ഏതായിരിക്കും ഇപ്പുറത്ത് വരിക?
180 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡിനൽ ലൈൻ അല്ലേ, 180 ഡിഗ്രി രേഖാംശ രേഖ.